പഹൽഗാം കൂട്ടക്കുരുതിക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറുകൾക്കകം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് അർദ്ധരാത്രി നടത്തിയ അസാധാരണ വാർത്താ സമ്മേളനത്തിൽ പാക് മന്ത്രി അത്താവുള്ള തടാർ പറഞ്ഞു. കുൽഗാം വനമേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകരവാദികളെ സൈന്യം വളഞ്ഞു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയും മട്ടിലാണ് പാക് സൈന്യത്തിന്റെ മര്യാദയില്ലാത്ത വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ. തുടർച്ചയായ 6-ാം രാത്രിയും നൌഷേര, സുന്ദർബനി, അഖ്നൂർ സെക്ടറുകൾക്ക് നേരെയും പർഗ്വാൾ സെക്ടറിലും ഉണ്ടായ കരാർ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സേന കടുത്ത ഭാഷയിൽ മറുപടി നൽകി. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ നേതാക്കളുടെ പ്രതികരണങ്ങളിലും പരിഭ്രാന്തി വ്യക്തമാണ്. 24 മുതൽ 34 മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സേന ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയെന്നാണ് പാതിരാത്രി വാർത്താ സമ്മേളനത്തിൽ വാർത്താവിതരണ മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞത്. ആശങ്ക പാക് പ്രതിരോധ മന്ത്രി ഇന്നും ആവർത്തിച്ചു. ഇന്ത്യൻ നീക്കങ്ങൾ അറിയാൻ സിയാൽകോട്ടിൽ റഡാർ സംവിധാനങ്ങൾ എത്തിച്ച പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വിന്യസിച്ചിരുന്ന 2 കമ്പനി സേനയെ അതിർത്തിയിലേക്ക് അയച്ചു. ഏതു സമയവും എന്തും സംഭവിക്കാമെന്ന പ്രതീതിക്കിടെ മേഖലയിലെ സ്ഥിതി വഷളാക്കരുതെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ് അമേരിക്ക. അതെന്തായാലും ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകളിൽ, മുന്നൊരുക്കങ്ങളിൽ പാകിസ്ഥാന്റെ വല്ലാത്ത ഭയം പ്രകടമാണ്. ഞങ്ങൾ ദൗത്യത്തിന് എപ്പോഴേ തയ്യാറാണ്, ഞങ്ങൾക്ക് എത്തിപ്പെടാനാവാത്തവണ്ണം വിശാലമായ ഒരു കടലുമില്ല എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ഒടുവിലത്തെ എക്സ്പോസ്റ്റ്. അതിർത്തി ഗ്രാമങ്ങൾ ബങ്കറുകൾ ഒരുക്കി കാത്തിരിക്കുന്നു. സേനാവിഭാഗങ്ങൾ സജ്ജമാണ്. അവർ നോക്കുന്നത് ഒരു ഉത്തരവിനാണ്, ഒരേ ഒരു ഉത്തരവിന്. ജമ്മു കാശ്മീരിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.